ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഗൂഗിളിൻ്റെ AI ടൂളായിട്ടുള്ള നോട്ട്ബുക്ക് എല്ലാം അടിപൊളിയായിട്ടുള്ള കുറച്ച് ന്യൂ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നേരത്തെ നമുക്ക് ഓഡിയോ ഓവർവ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നമുക്ക് വീഡിയോ ഓവർവ്യൂവും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയ ഫീച്ചറുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നോട്ട്ബുക്ക് എല്ലാം കുറേ പേർക്ക് അറിയായിരിക്കും നോട്ട്ബുക്ക് എല്ലാം എന്താണെന്നുള്ളത്. പക്ഷേ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ നോട്ട്ബുക്ക് എല്ലാം എന്ന് ഞാനൊന്ന് സിമ്പിളായിട്ടൊന്ന് പറയാം. നമ്മളെല്ലാവരും ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സാംസിന് പഠിക്കുമ്പോഴോ ഒക്കെ ഒരുപാട് PDFസും വെബ്സൈറ്റ്സും യൂട്യൂബ് വീഡിയോസും ഒക്കെ നോക്കാറുണ്ടല്ലേ. അപ്പോൾ എല്ലാത്തിലും ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. എല്ലാത്തിൽ നിന്നും ഈ ഒരു വേണ്ട ഇൻഫർമേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയം എടുക്കാറുണ്ട്. ചിലപ്പോൾ ഈ ഒരുപാട് റിസോഴ്സസ് നോക്കി തന്നെ നമുക്ക് അവസാനം കൺഫ്യൂഷനായി പോവാറുണ്ട്. ഇവിടെയാണ് നമുക്ക് നോട്ട്ബുക്ക് LM യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് നോട്ട്ബുക്ക് LM? ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു AI പവേർഡ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് റൈറ്റിംഗ് അസിസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ AI എക്സ്പേർട്ടിനോട് ചോദിക്കുന്നത് പോലെ തന്നെ നമുക്ക് നോട്ട്ബുക്ക് LMനോട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ഉണ്ട് നോട്ട്ബുക്ക് LMന് മറ്റ് AI ടൂൾസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഡേറ്റ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് നോട്ട്ബുക്ക് LMന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് വേണ്ട റിസോഴ്സസിന് സോഴ്സസ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മളുടെ ക്ലാസ്സിലെ നോട്ട്സ് ആവാം, PDF നോട്ട്ബുക്സ് ആവാം, റിസർച്ച് പേപ്പേഴ്സ് ആവാം, വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആവാം, യൂട്യൂബ് വീഡിയോസ് ആവാം. ഇതൊക്കെ നമുക്ക് സോഴ്സസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇറ്റ് ലേൺസ് ഫ്രം യുവർ ഡേറ്റ ഓൺലി. നോട്ട്ബുക്ക് LM നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഡേറ്റയിൽ നിന്ന് മാത്രമായിരിക്കും കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളുടെ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ നിന്ന് മാത്രമാണ് നോട്ട്ബുക്ക് LM വിവരങ്ങൾ എടുക്കുകയുള്ളൂ. അത് ഗൂഗിള് സെർച്ച് പോലെ മൊത്തം ഇൻ്റർനെറ്റ് പോയി സെർച്ച് ചെയ്യത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മറ്റ് AI ടൂളുകളെ പോലെ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസോ ഹാലൂസിനേഷൻസോ ഒന്നും നോട്ട്ബുക്ക് LMന് ഉണ്ടാവില്ല. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഗെറ്റ് ആൻസേഴ്സ്. ഇനി നമുക്ക് വിവരങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് സംശയങ്ങളോ നമുക്ക് വേണ്ട കാര്യങ്ങളോ ഒക്കെ ഈ ലോങ് നോട്ട്ബുക്സിൽ നിന്നും PDFകളിൽ നിന്നുമൊക്കെ നമുക്ക് അതിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് സമ്മറൈസ് ചെയ്ത് തരാനായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഏതെങ്കിലും 2 കോർ തിയറീസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞു തരും. ഇനി ഒരു PDF നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കീ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞു തരാനായിട്ട് പറ്റും. അത് നമ്മുടെ യൂസ് കേസ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്കിപ്പം 12th അല്ലെങ്കിൽ ഏത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ NCERTയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്സ് നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയാം. അതുപോലെ തന്നെ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഓഡിയോ ഓവർവ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ 2 പേര് സംസാരിക്കുന്ന രീതിയിൽ ഇരുന്ന് വായിച്ച് കുറേ ഇരുന്ന് നോക്കുന്നതിന് പകരം ചിലവർക്ക് എന്താ പറയുക കേൾക്കുമ്പോൾ മനസ്സിലാവുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഓൺ ദ ഗോ ബസ്സിൽ പോകുമ്പോഴോ ഒക്കെ പോകുന്ന സമയത്ത് കാറിൽ പോകുമ്പോഴും ഒക്കെ നമുക്ക് അത് കേട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇന്നലെ റിലീസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ഫീച്ചറാണ് വീഡിയോ ഓവർവ്യൂവും വന്നിട്ടുണ്ട്. ഇനി വിഷ്വലി കണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ കൊടുക്കുന്ന PDFസിൽ നിന്നും വീഡിയോ ഓവർവ്യൂ ഇപ്പോൾ നോട്ട്ബുക്ക് LM ജനറേറ്റ് ചെയ്ത് തരും. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് AI പവേർഡ് ഔട്ട്പുട്ട്സ് ആണ്. നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സമ്മറീസും മൈൻഡ് മാപ്സും പോഡ്കാസ്റ്റും ഇപ്പോൾ വീഡിയോസും ജനറേറ്റ് ചെയ്ത് തരും. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് AI പവേർഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്ബുക്ക് LM എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പുതിയ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ ഈ ഒരു URL വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്ക് LMൻ്റെ ഈ ഒരു പേജിലേക്ക് വരാം. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം, ട്രൈ നോട്ട്ബുക്ക് LM എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക്
ഇതായിരിക്കും നമുക്ക് വരുന്ന ഒരു ഇൻ്റർഫേസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിലപ്പോൾ യൂസ് ചെയ്തവരുണ്ടായിരിക്കും ഓൾറെഡി. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ സ്കൂളിലൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ സബ്ജക്ട്സിന് വേണ്ടിയിട്ട് ഓരോ നോട്ട്ബുക്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക്സ് പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു നോട്ട്ബുക്കിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ആ നോട്ട്ബുക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ഇപ്പോൾ ഫിസിക്സിൻ്റെ നോട്ട്ബുക്ക് ആണെങ്കിൽ നമ്മൾ ഫിസിക്സിൻ്റെ ടോപ്പിക്സ് അല്ലേ അതിൻ്റെ ഉള്ളിൽ എഴുതുക. കെമിസ്ട്രിയുടെ നോട്ട്ബുക്ക് ആണെങ്കിൽ കെമിസ്ട്രിയുടെ ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിൽ എഴുതുക. അപ്പോൾ അത് തന്നെയാണ് ഈ നോട്ട്ബുക്ക് എലമെൻ്റ് ഒരു കൺസെപ്റ്റ് തന്നെ. നമുക്ക് ഓരോ നോട്ട്ബുക്സ് ക്രിയേറ്റ് ചെയ്യാം ഓരോ ഡിഫറെൻറ്റ് ടോപ്പിക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കത് ഓർഗനൈസ് ചെയ്യാനും കാറ്റഗറൈസ് ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് നേരത്തെ യൂസ് ചെയ്തവർക്ക് ആണെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പം നമ്മൾക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് ഈ ഫീച്ചേർഡ് നോട്ട്ബുക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ഈ ഒരു ഫീച്ചേർഡ് നോട്ട്ബുക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലാന്റിക്, അതുപോലെ വില്യം ഷേക്സ്പിയർ, അങ്ങനെ ട്രസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിഷേഴ്സിൻ്റെയും സോഴ്സസിൻ്റെയുമൊക്കെയുള്ള കണ്ടൻറ്റുകൾ ഓൾറെഡി നോട്ട്ബുക്ക് എല്ലാം തന്നെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫീച്ചേർഡ് നോട്ട്ബുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്നും ഇൻഫർമേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ടോട്ടൽ ഫീച്ചേർഡ് നോട്ട്ബുക്സ് ഇപ്പോൾ 8 നോട്ട്ബുക്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക്സിനെ കുറിച്ചും. ഇപ്പോൾ ഇവിടെ ആർട്സ് ആൻഡ് കൾച്ചർ എന്നുള്ള ടോപ്പിക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വില്യം ഷേക്സ്പിയറിൻ്റെ കുറേ പ്ലേസും കാര്യങ്ങളൊക്കെ ഇവരിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്പ്ലോർ ദ കംപ്ലീറ്റ് ടെക്സ്റ്റ് ഓഫ് ഷേക്സ്പിയേഴ്സ് പ്ലേ ഇൻ ദിസ് നോട്ട്ബുക്ക് ഡിസൈൻ ഫോർ സ്റ്റുഡൻസ്, സ്കോളേഴ്സ് ആൻഡ് തിയേറ്റർ ലവേഴ്സ് അലൈക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇത്രയും സോഴ്സസ് ഇവർ ഓൾറെഡി ഇവിടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്കിനി ഇവിടെ എന്ത് ചെയ്യാം, ചോദിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്തുള്ള ഒരു മേജർ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പം ഇംഗ്ലീഷിൽ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലാംഗ്വേജ് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി മലയാളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു മദർ ടങ്ങിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കുറച്ചും കൂടിയും, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ നമ്മുടെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് നമുക്കിവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ലാംഗ്വേജസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ മലയാളവും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മലയാളം ചൂസ് ചെയ്യാം. മലയാളം നമുക്കപ്പോൾ ഇതെല്ലാം നമുക്ക് മലയാളത്തിൽ തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ മലയാളം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് കണ്ടില്ലേ, ഈ നമ്മൾ കൊടുക്കുന്ന സോഴ്സസിൽ നിന്ന് നമുക്ക് മലയാളത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് കണ്ടോ, പ്രണയം, വഞ്ചന, അധികാരം തുടങ്ങിയ സാർവത്രിക പ്രമേയങ്ങൾ ഈ കൃത്യത്തിൽ എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മലയാളത്തിൽ ചോദിക്കാം. മലയാളത്തിൽ തന്നെ നമുക്കത് ആൻസറും തരുന്നതാണ്. ഗൂഗിളിൻ്റെ ജെമിനി മോഡൽ വെച്ചിട്ടാണ് നമ്മുടെ നോട്ട്ബുക്ക് എല്ലാം പവേർഡ് ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ ആ ഒരു ആൻസേഴ്സും കിട്ടുന്നുണ്ട്. അതുപോലെ എവിടെ നിന്നാണ് അത്, ഏത് റിസോഴ്സ് ആണെന്നുള്ളത് ഇവിടെ നമുക്ക് അതനുസരിച്ച് അവരൊരു ഇൻസൈറ്റ്സും തരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ്ട് 3rd റിസോഴ്സിൽ നിന്നാണ് ഈ ഒരു ഇതിനവർ അതെടുത്തിരിക്കുന്നത്. ഏത് റിസോഴ്സിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും എടുത്തിരിക്കുന്നതെന്ന് നമുക്കിവിടെ ജസ്റ്റ് ഹോവർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ റീഡ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫീച്ചേർഡ് നോട്ട്ബുക്സ് ആണ് ഇപ്പോൾ നോക്കിയത്. അപ്പോൾ ഡിഫറെൻറ്റ് ഫീച്ചേർഡ് നോട്ട്ബുക്സ് അവൈലബിൾ ആണ് ഓരോ ടോപ്പിക്സിനെ കുറിച്ചും. ട്രെൻഡ്സ് ഇൻ ഹെൽത്ത് ആൻഡ് വെൽത്തിനെ കുറിച്ചുണ്ട്. Q1 ഏർണിംഗ് റിപ്പോർട്ട് ഫോർ ടോപ്പ് 50 കോർപ്പറേഷൻസിനെ കുറിച്ചുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ 91 റിസോഴ്സസ് ഓൾറെഡി നോട്ട്ബുക്ക് എല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു നോട്ട്ബുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു പോപ്പപ്പ് ചോദിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട റിസോഴ്സസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ഗൂഗിൾ ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഗൂഗിൾ ഡോക്യുമെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത് ഗൂഗിൾ സ്ലൈഡ്സ് ആണെങ്കിൽ നമുക്ക് ഗൂഗിൾ സ്ലൈഡ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം.
വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടെക്സ്റ്റ് നമ്മൾ എവിടെയെങ്കിലും കോപ്പി ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ആണെങ്കിൽ അതും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കൊരു കാര്യം യൂട്യൂബിൻ്റെ ഒരു ഇത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ തന്നെ ഒരു വീഡിയോ ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ URL പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതൊരു സോഴ്സായിട്ട് ഇപ്പം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ജനറേറ്റീവ് AI വേഴ്സസ് AI ഏജൻറ്റ് വേഴ്സസ് ഏജൻറ്റിക് AI ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഇനി എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, വാട്ട് ഈസ് ജനറേറ്റീവ് AI എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആൻസർ നമുക്ക് ഇത് തരും. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ മലയാളം ആണ് ഔട്ട്പുട്ട് ലാംഗ്വേജ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നെങ്കിൽ നമുക്ക് ഈ ആൻസേഴ്സ് മലയാളത്തിൽ തന്നെ അത് പറഞ്ഞു തരും. ഇപ്പോൾ ഞാൻ ഔട്ട്പുട്ട് ലാംഗ്വേജ് ഇവിടെ ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഡിഫോൾട്ടായിട്ടാണ് കിടക്കുന്നത്. അതിന് പകരം നമുക്കിവിടെ ഞാനിവിടെ മലയാളം ചൂസ് ചെയ്തു. ഓക്കെ, മലയാളം ചൂസ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇതുപോലെ നമ്മുടെ റിസോഴ്സസ് ആഡ് ചെയ്യാം. ആഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇനി കൂടുതൽ റിസോഴ്സസ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. PDFs ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത റിസോഴ്സസ് ഒന്നും അധികം ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പുതിയ ഫീച്ചറാണ് ഡിസ്കവർ റിസോഴ്സസ് എന്നുള്ളത്. ഈ ഡിസ്കവർ സോഴ്സസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, AI ഏജൻറ്റ്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ നോട്ട്ബുക്ക് എല്ലാം എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് റിസോഴ്സസ് സെർച്ച് ചെയ്തിട്ട് നമുക്കതിൻ്റെ ലിസ്റ്റ് ഇവിടെ തരും. അപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ലാംഗ്വേജ് മലയാളം കൊടുത്ത കാരണം ഇപ്പോൾ നമുക്ക് മലയാളത്തിലാണ് ഇത് ടെക്സ്റ്റുകളൊക്കെ തന്നിരിക്കുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് സോഴ്സസ് ഇവിടെ ഇത് തന്നെ ചൂസ് ചെയ്ത് കുറച്ച് സോഴ്സസ് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് വേണ്ട സോഴ്സസിനെ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മുടെ നോട്ട്ബുക്കിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുവേണ്ടി ഇത് എന്താണെന്ന് റീഡ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഒരു URL ഓപ്പൺ ആവും. എന്നിട്ട് അത് നോക്കിയിട്ട് ഇതിൽ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റുകളാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ നോട്ട്ബുക്കിലേക്ക് ഈ ഓരോ കണ്ടൻറ്റുകളെ നമുക്ക് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മളത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോട്ട്ബുക്കിലേക്ക് ആ ഒരു 3 റിസോഴ്സസും ഇപ്പോൾ തന്നെ ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് അപ്പോൾ അതിൻ്റെ ബേസിസിലും നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റും. വാട്ട് ഈസ് ഏജൻറ്റിക് AI നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഏജൻറ്റിക് AI എന്നത് എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് റിസോഴ്സിൽ നിന്നാണ് ഇത് ഈ ഒരു ഡീറ്റെയിൽസ് കൺസോളിഡേറ്റ് ചെയ്തെടുത്തതെന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ ഈ ഒരു ഇതും തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ച് ഒരു ഓഡിയോ ഓവർവ്യൂ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ഇത് ഫുള്ള് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, നമുക്കിത് റീഡ് ചെയ്യാനായിട്ടൊന്നും സമയമില്ലാത്തൊരു സ്റ്റേജ് ആണെങ്കിൽ നമുക്കിവിടെ ഓഡിയോ ഓവർവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു പോഡ്കാസ്റ്റ് രീതിയിൽ 2 പേര് സംസാരിക്കുന്ന രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഓഡിയോ ഓവർവ്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓഡിയോ ഓവർവ്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ പുതിയൊരു ഓപ്ഷൻ കാണാം, കസ്റ്റമൈസ് എന്നുള്ളത്. ഈ ഒരു കസ്റ്റമൈസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ഓഡിയോ ഓവർവ്യൂവിൽ ഹോസ്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയും. ഓക്കെ, ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചാണോ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിനെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും ഒരു ഇതെടുക്കാതെ ഓക്കെ ഫസ്റ്റ് ഈ ഒരു റിസോഴ്സ് നോക്കിയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ഓൺ സ്പെസിഫിക് റിസോഴ്സ്, എന്നിട്ട് ആ റിസോഴ്സിൻ്റെ പേര് നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പറയണമെങ്കിൽ അങ്ങനെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ നമുക്ക് നമ്മുടെ ഓഡിയോ ഓവർവ്യൂവിനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും, വീഡിയോ ഓവർവ്യൂ സെറ്റ് ചെയ്യാൻ പറ്റും, റിപ്പോർട്ട്സ് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിലുള്ള റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ഓവർവ്യൂ ജനറേറ്റ് ചെയ്യുന്നതൊന്ന് ഫസ്റ്റ് ഹിയർ ചെയ്യാം. ഇപ്പം നമ്മുടെ ഓഡിയോ ഓവർവ്യൂ ഇവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. AI ലോകത്തെ ചില ആശയങ്ങൾ ഒന്ന് ആഴത്തിൽ നോക്കുകയാണ്. നിങ്ങൾ പങ്കുവച്ച ചില ഉറവിടങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ജനറേറ്റീവ് AI, പിന്നെ AI ഏജൻറ്റുകൾ,
ഇപ്പോൾ ഈ പറയുന്ന ഏജന്റ് AI. ഇതൊക്കെ എന്താണ് വ്യത്യാസം? പിന്നെ ഈ ടെക്നോളജി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ധാർമ്മിക കാര്യങ്ങൾ തീർച്ചയായും നമുക്കതിലേക്ക് കടക്കാം. അതെ, കാരണം AI നമ്മുടെ ചുറ്റും ശരിക്കും പറഞ്ഞ എല്ലായിടത്തും എത്തുകയാണല്ലേ. അതെ അതെ അപ്പോ ഈ വ്യത്യസ്ത ടൈപ്പ് AI കുറിച്ചും അവയുടെ കഴിവുകളെ കുറിച്ചും ഒക്കെ ഒരു വ്യക്തത നല്ലതാണ്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഇവയെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും. ശരിയാണ്. അപ്പോൾ നമുക്ക് ഈ ChatGPT പോലുള്ള ജനറേറ്റീവ് AIയിൽ നിന്ന് തുടങ്ങിയാലോ? അത് ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. നല്ലൊരു തുടക്കമാണ്. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്താൽ അതിനനുസരിച്ച് മറുപടി തരും. ടെക്സ്റ്റ്, ചിലപ്പോൾ ചിത്രം, കോഡ്, അങ്ങനെയൊക്കെ. അതെ, ഒരു ക്രിയേറ്റീവ് അസിസ്റ്റന്റ് പോലെ. ആ ഗാൽടെക് വീഡിയോയിൽ ഒരു ആർട്ടിസ്റ്റിന്റെ ഉദാഹരണം പറയുന്നുണ്ടല്ലോ. ഓർക്കുന്നു. വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കും, അല്ലാതെ സ്വയം ഒന്നും ചെയ്യില്ല. അതെ, റിയാക്റ്റീവ് ആണ്. നമ്മൾ ആവശ്യപ്പെട്ടാൽ മാത്രം പ്രവർത്തിക്കും. ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ്? LLM ആണോ? ലാർജ് ലാംഗ്വേജ് മോഡലുകൾ. അതെ, അതിന്റെ ആ ബ്രെയിൻ എന്ന് പറയാം. ഈ വലിയ ഭാഷാ ഡേറ്റാബേസുകളാണ് ഇതിന് ശക്തി കൊടുക്കുന്നത്. എന്നാൽ AI ഏജന്റുകളിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഓക്കെ, അതെങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഓവർവ്യൂസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഇതിന് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലേ ബാക്ക് സ്പീഡ് വരെ നമുക്ക് ചേഞ്ച് ചെയ്യാം. കുറച്ചും കൂടെ സ്പീഡിൽ കേൾക്കണം, അല്ലെങ്കിൽ സ്ലോവറായിട്ട് കേൾക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പ്ലേ ബാക്ക് സ്പീഡും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മൈൻഡ് മാപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് മാപ്പ് അത് ജനറേറ്റ് ചെയ്ത് തരും. ഇവിടെ നിങ്ങൾ റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ ഒരു ബ്രീഫിംഗ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. സ്റ്റഡി ഗൈഡ് വേണമെങ്കിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യും. FAQs ക്രിയേറ്റ് ചെയ്ത് തരും. അതുപോലെ ടൈം ലൈൻ പോലെയുള്ള കാര്യങ്ങളും ഇത് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് വീഡിയോ ഓവർവ്യൂ. ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചർ. അപ്പോൾ ഇവിടെ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഇവിടെയും വീഡിയോ ഓവർവ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പം ഹോസ്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ജനറേറ്റ് ചെയ്ത് തന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ടോ, നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓരോ ടോപ്പിക്സും എന്താണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടി വളരെ യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ പഠിക്കണ കാര്യങ്ങൾക്കൊക്കെ മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കിനും. നമുക്ക് വേറൊരു എക്സാമ്പിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറൊരു നോട്ട്ബുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അവിടെ ക്രിയേറ്റ് ന്യൂ കൊടുക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത് കുറച്ച് PDFs നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഫിസിക്സിൻ്റെ 12th സ്റ്റാൻഡേർഡിലെ NCERTയുടെ ടെക്സ്റ്റ് ബുക്സിൻ്റെ PDFs ആണ്, ചാപ്റ്റേഴ്സിൻ്റെ. അതാണ് നമ്മളിവിടെ ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പഠിക്കണ കുട്ടികൾക്കൊക്കെ എങ്ങനെയായിരിക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആവുന്നതെന്ന് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മളിവിടെ ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ എല്ലാ ലെസൺസും ഇവിടെ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാം നമ്മൾ PDF ആക്കി അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിനെ കുറിച്ചാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഓഡിയോ ഓവർവ്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഫുൾ ജനറേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ പറയാം ഇന്ന ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയാം. ഫോക്കസ് ഓൺ നമുക്ക് പറയാം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും കൂടുതൽ ഓഡിയോ ഓവർവ്യൂവിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ തന്നെ എന്ത് ചെയ്യാം? മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. മൈൻഡ് മാപ്പിലും ഇതുപോലെ തന്നെ നമുക്ക് അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള രീതിയിൽ മൈൻഡ് മാപ്പ് ജനറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചോദിക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫീച്ചർ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഔട്ട്പുട്ട് ലാംഗ്വേജ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മലയാളമാണ് അല്ലേ? ഇനി ഞാനിവിടെ ഔട്ട്പുട്ട് ലാംഗ്വേജ് നമ്മൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലായിരിക്കും ജനറേറ്റ് ആവുന്നത്. ആ ഒരു ഫീച്ചർ മലയാളത്തിൽ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ കാണിക്കുന്നത്. നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓഡിയോ ഓവർവ്യൂ ജനറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ കസ്റ്റമൈസ് കൊടുത്തു. ഫോക്കസ് ഓൺ
ഇലക്ട്രിക് വേവ്സ്. ഓക്കെ, ഇലക്ട്രിക് വേവ്സ് എന്ന് കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത് ഈ ഒരു ഓപ്ഷനൊന്നും എന്തിലില്ല, നമ്മൾ മലയാളം കൊടുക്കുമ്പം വരില്ല ഔട്ട്പുട്ട് ലാംഗ്വേജ്. ഇംഗ്ലീഷ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഡിയോ ഓവർവ്യൂവിൻ്റെ ലെങ്ത് നമുക്ക് ചൂസ് ചെയ്യാം. ഷോർട്ടറായിട്ട് വേണോ, ഡിഫോൾട്ടായിട്ടുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടിയും ലെങ്തിയർ ആയിട്ടാണോ, ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ ഡിഫോൾട്ട് നമുക്ക് കൊടുക്കാം, എന്നിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ഈ ഓഡിയോ ഓവർവ്യൂ ഇവിടെ നിന്ന് ജനറേറ്റ് ആവട്ടെ, എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഫീച്ചർ ഒന്ന് കാണിച്ചു തരാം. ആ സമയത്ത് നമുക്ക് വീഡിയോ ഓവർവ്യൂ ചെക്ക് ചെയ്യാം. ഇപ്പോൾ വീഡിയോ ഓവർവ്യൂ നമുക്ക് ഇംഗ്ലീഷ് ഉള്ളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഔട്ട്പുട്ട് ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷ് ഉള്ളിൽ മാത്രമാണ് വീഡിയോ ഓവർവ്യൂ കിട്ടുകയുള്ളൂ. അതുപോലെ ഓഡിയോ ഓവർവ്യൂവിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ കണ്ട ഷോർട്ടറും ലോങ്ങറും നമുക്ക് ഇംഗ്ലീഷ് ഔട്ട്പുട്ട് ലാംഗ്വേജ് സെറ്റ് ചെയ്താലേ ഉള്ളൂ. അതുപോലെ ഓഡിയോ ഓവർവ്യൂവിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതും ഇംഗ്ലീഷ് ലാംഗ്വേജിലേ ഉള്ളൂ. അപ്പോൾ ഈ ഓഡിയോ ഒന്ന് ജനറേറ്റ് ആകുമ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഈ വീഡിയോ ഓവർവ്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് കൊടുത്തിട്ട് ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് വേണ്ടത് നമുക്ക് കൊടുക്കാം. ഫോക്കസ് ഓൺ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് കൊടുക്കുക നോക്കട്ടെ. മാഗ്നറ്റിസം എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഓവർവ്യൂവും ജനറേറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ജനറേറ്റ് ചെയ്യുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. മൈൻഡ് മാപ്പ് ജനറേറ്റ് ആയതിൻ്റെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിനെ കുറിച്ച് അത് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് മൈൻഡ് മാപ്പ് ജനറേറ്റ് ആയതുകൊണ്ട് ഇത് നമ്മൾ ഔട്ട്പുട്ട് ലാംഗ്വേജ് മലയാളം കൊടുത്തപ്പോഴായിരുന്നു ഇത് ജനറേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൈൻഡ് മാപ്പ് നമുക്കൊരു PNG ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു നോട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതും നമുക്കിവിടെ കൊടുക്കാം. ആഡ് നോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു എഡിറ്റർ പോലെ വരും. എന്താണ് ആ നോട്ടിന് ഹെഡിങ് നമുക്ക് കൊടുക്കാം. മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യാം, ഹെഡിങ് കൊടുക്കാം. ഹെഡിങ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് അതിൽ കൊടുക്കണമെങ്കിൽ, നോട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ നോട്ട്സും ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോട്ടിനെ എന്ത് ചെയ്യാം, സോഴ്സ് ആക്കി നമുക്ക് മാറ്റാം. അതിനുവേണ്ടി ഇവിടെ കൺവേർട്ട് ടു സോഴ്സ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റഡി നോട്ട് എന്ന് കൊടുത്തു ഞാൻ ജസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോട്ടാണിത്. ഓക്കെ, അപ്പോൾ ഈ നോട്ട് നിങ്ങൾക്ക് ഈ ഒരു നോട്ട്ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു നോട്ട്ബുക്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ട് നോട്ട്ബുക്കിൽ എഴുതി സ്റ്റിക്ക് ചെയ്തും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ നോട്ട്ബുക്ക് LMൻ്റെ ഉള്ളിൽ നമുക്കതെല്ലാം ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ഒരു ഓഡിയോ ഓവർവ്യൂ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്യാം. സ്വാഗതം. ഇന്ന് നമ്മൾ ഭൗതികശാസ്ത്രത്തിലെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങളിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ പാഠഭാഗങ്ങളുണ്ടല്ലോ, ലെഫ് 101 തൊട്ട് ലെഫ് 108 വരെയുള്ളത്, ഇതിൽ വൈദ്യുതിയും കാന്തികതയും തമ്മിലൊരു ഭയങ്കര ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അത് രണ്ടും എങ്ങനെയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത്, അത് അവസാനം പ്രകാശത്തിൽ വരെ എത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം, അല്ലേ? തീർച്ചയായും. ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വൈദ്യുതി വേറെ, കാന്തികത വേറെ, അങ്ങനെയൊക്കെ ആവും ചിന്തിക്കുക. പക്ഷെ സത്യത്തിൽ ഇവ രണ്ടും ഒരേ സംഗതിയുടെ രണ്ട് മുഖങ്ങളാണെന്ന് മനസ്സിലാക്കുന്നതാണ് പ്രധാനം. ഈ ഒരു തിരിച്ചറിവാണ് മോഡേൺ ഫിസിക്സിന്റെ തന്നെ ഒരു പേസ് എന്ന് പറയാം. നമുക്ക് ആ ബന്ധത്തിന്റെ ഉള്ളിലേക്കൊന്ന് പോവാം. ഓക്കെ, അപ്പോ ആദ്യമായിട്ട് കറണ്ട്, അതായത് ഒരു വയറിലൂടെ കറണ്ട് പോകുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നുള്ള കാര്യം ഓർസ്റ്റഡിന്റെ പരീക്ഷ ഓർമ്മയില്ലേ? വയറിനടുത്ത് വെച്ച ബോംബ് സൂചി ഇങ്ങനെ അനങ്ങുന്നതിലുണ്ട്. അതൊരു വലിയ സംഭവമായിരുന്നില്ല അന്ന്. അതെ, അതൊരു തുടക്കമായിരുന്നു ശരിക്കും. പക്ഷെ അതിലും രസം എന്താന്ന് വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റും നടക്കുമെന്നുള്ളതാണ്. അതായത്
മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാന്തിക മണ്ഡലം വെച്ചിട്ട് ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് EMF എന്ന് പറയും. ഫാരഡേയും പിന്നെ ഹെൻറിയും ഒക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്ത് ഇത് തെളിയിച്ചതാണ്. ഒരു കാന്തം ഒരു കോയിലിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയോ. അപ്പോൾ ഇതുപോലെ ജനറേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഇപ്പോൾ ഇതിപ്പോൾ ജനറലായിട്ടാണ് ഓരോ ടോപ്പിക്സിനെ കുറിച്ചും കുറച്ചും കൂടി ലോങ് ഫോമാറ്റിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ നമുക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും ഇരുന്ന് വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിലും. നമസ്കാരം. വൈദ്യുതിയും കാന്തവും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? കറണ്ട് ഉപയോഗിച്ച് കാന്തം ഉണ്ടാക്കാം. അപ്പോൾ ഒരു ചോദ്യം വരും, തിരിച്ചു പറ്റുമോ? അതായത് കാന്തം വെച്ച് കറണ്ട് ഉണ്ടാക്കാൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും ഈ ഒരു വിഷയത്തെ പറ്റിയാണ്. വൈദ്യുത കാന്തിക പ്രേരണ എന്താണ്, ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഏരിയയാണ്. മൈക്കൽ ഫാരഡേ, പിന്നെ ജോസഫ് ഹെൻറി, ഇവരൊക്കെ ഒരുപാട് അപ്പോൾ ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഔട്ട്പുട്ടായി കൊടുത്തിരുന്ന ഓഡിയോ ഓവർവ്യൂടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഫീച്ചർ, ഇൻ്ററാക്റ്റീവ് മോഡ്. ഈ ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്കും അങ്ങോട്ട് ഇതിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് സംസാരിച്ച് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം. Have you ever noticed that tiny spark when you peel off a sweater in dry weather? Or the way your hair sometimes, tries to defy gravity after you've brushed it? Yeah. What about that surprising little jolt you get sometimes when you touch a car door? Right. That static shock. Exactly. These aren't just random things happening. They're like little whispers from this invisible world. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഇൻ്ററാക്റ്റീവ് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് പ്ലേ ചെയ്യാം. Have you ever traced that tiny spark when you peel off a sweater in dry weather? Or the way your hair sometimes tries to defy gravity after you brushed it? Oh, yeah. ഈ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നമുക്ക്. Jolt you get sometimes. Oh, hey, I think our listeners got something to say. Hi, can you tell me more about magnetic field? Oh, absolutely. We'd love to dive into magnetic fields. That's a great question, and it's actually where our conversation is headed. We were just about to talk about how they connect to electric currents. Yeah, we're building up to that, how they're made and how they behave. So to briefly touch on it now, magnetic field. Oh, yeah. So what is electric field? Can you tell me an example of an electric field? That's a fantastic question, and it really helps bring the concept to life. Yeah, we actually just mentioned a few. Think about those everyday jolts, the static shock from touching a car door. That's a perfect example of an electric field in action. The car has accumulated a charge, creating an electric field around it, And when you reach for the door, you complete a path. allowing that charge to zap you, essentially, through the electric field. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കും കോൺവെർസേഷൻ ജോയിൻ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ ചോദിക്കേണ്ട കാര്യങ്ങൾ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും ഈ ഒരു ഓഡിയോ ഓവർവ്യൂവിൽ നിന്ന് തന്നെ. പക്ഷേ ഇത് കറൻ്റ്ലി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്കപ്പോൾ ആ രീതിയിൽ ചോദിച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടില്ല. നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ വീഡിയോ ഓവർവ്യൂ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ 10 റിസോഴ്സസ് വെച്ചിട്ട് അതൊരു പ്രസൻറ്റേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്യാം. Welcome to The Explainer. Today, we're taking a journey into one of the universe's most fundamental forces. It's the force that guides our compasses, it powers our world, and as we're going to see, it's actually the very essence of light itself. All right, let's dive right in. I mean, we all kind of get magnetism, right? You've played with magnets, but the real story here? Well, it's about this invisible dance between two forces that, for the longest time, we thought had absolutely nothing to do with each other. So, where do we start? Well, like a lot of these stories, we're going way back to ancient Greece. They found these mysterious rocks in a place called Magnesia that could pull on iron. And for literally thousands of years, that's all it was. This weird, invisible force, kind of like a magic trick from nature that nobody could explain. You've probably seen this before. These beautiful, elegant patterns that iron filings make around magnet. They're basically showing us the invisible lines of the magnetic field. It's a gorgeous picture for sure, but it only tells us what the field is doing. It doesn't tell us why. The first real clue for that would come from a place nobody was looking: electricity. Okay, so for a very, very long time, scientists basically had two different boxes. One for electricity. അപ്പോൾ ഇതുപോലെ ഇത് കംപ്ലീറ്റ് പ്രസൻറ്റേഷനും അതിനനുസരിച്ചുള്ള ഇതുമെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഓവർവ്യൂ തന്നെയാണ് ഇപ്പം നമുക്ക് ഇത് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ വിഷ്വലി കണ്ട് മനസ്സിലാക്കേണ്ടവർക്കൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. സിമ്പിളായിട്ട് ഓരോരോ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
ഇത് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് അതനുസരിച്ച് പഠിക്കാനായിട്ടും ഒക്കെ പറ്റും. അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചർ. ഒന്ന് വീഡിയോ ഓവർവ്യൂ എന്ന് പറയുന്ന ഫീച്ചർ. ഇത് പക്ഷേ കറൻ്റ്ലി ഇംഗ്ലീഷിലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ ഫീച്ചേർഡ് നോട്ട്ബുക്സ് ആണ്. ഈ 2 ഫീച്ചേഴ്സാണ് മെയിൻലി ലേറ്റസ്റ്റ് ആയിട്ട് നോട്ട്ബുക്ക് എല്ലാം റിലീസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ നോട്ട്ബുക്ക് എല്ലാം വെബ് ബേസ്ഡ് മാത്രമല്ല, നിങ്ങൾക്ക് അതിൻ്റെ മൊബൈൽ ആപ്പും അവൈലബിൾ ആണ്. നോട്ട്ബുക്ക് എല്ലാം നമുക്ക് വെബ് മാത്രമല്ല ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്നും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതുപോലെ നോട്ട്ബുക്ക് LM കേട്ടോ, നോട്ട്ബുക്ക് LM ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ഗൂഗിൾ നോട്ട്ബുക്ക് LM എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ അത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് പുതിയ നോട്ട്ബുക്സ് ക്രിയേറ്റ് ചെയ്യാം. PDF-ഉം വെബ്സൈറ്റും യൂട്യൂബ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആ ഫീച്ചേഴ്സ് ഒക്കെ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഇതുപോലെ നമ്മൾക്ക് നമ്മുടെ ഇപ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ നമുക്കിതുപോലെ ചോദിക്കാനായിട്ട് പറ്റും. പിന്നെ സ്റ്റുഡിയോ ഫീച്ചർ അവൈലബിൾ ആവണമെങ്കിൽ ഇവിടെ സ്റ്റുഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓഡിയോ ഓവർവ്യൂസ് ഒക്കെ നമുക്കിവിടെ കിട്ടും. ഇൻറ്ററാക്റ്റീവ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇൻറ്ററാക്റ്റീവ് വേർഷൻ നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാനും ഒക്കെ പറ്റും. പിന്നെ സോഴ്സസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നോട്ട്ബുക്ക് LM ആപ്പിൽ മൊബൈലിൽ യൂസ് ചെയ്യേണ്ടവർക്ക് മൊബൈലിലും നമുക്ക് ഇതുപോലെ തന്നെ അവൈലബിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.